ഹലോ ഫ്രണ്ട്സ്. നമ്മുടെ രാജ്യത്ത് വളരെ സർവ്വവ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ വിഷയമാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ. രാജ്യത്ത് ക്രിപ്റ്റോ കറൻസിയുടെ ഉപയോഗം വളരെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏകദേശം 12 കോടിയോളം ക്രിപ്റ്റോ നിക്ഷേപകർ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. അത് ഈ രാജ്യത്ത് ഈ ഒരു ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടിയുള്ള ഒരു എന്താണ് പറയുന്നത് താല്പര്യം കൂടി വരികയാണ്, പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ്റെ ഇടയ്ക്ക്. ഇതുവരെ നമ്മുടെ രാജ്യത്ത് ലീഗലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു വിനിമയ ഉപാധിയായിട്ട് ഇന്ത്യ അംഗീകരിക്കുമോ ഇല്ലയോ? കാരണം കൂടുതൽ ആൾക്കാർ ഒരു പ്രത്യേക കാര്യം, പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ അവരുടെ ഒരു എന്താണ് പറയുന്നത് ഒരു ശീലമാക്കി മാറ്റുമ്പോൾ അതിനകത്തിൽ പ്രത്യേകിച്ച് നിയമങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെൻറ് നിർബന്ധിതരാകും. അതിന് ലെജിസ്ലേഷൻസ് കൊണ്ടുവരും, അതിനൊരു സിസ്റ്റം ഉണ്ടാക്കും. ചിലത് ലീഗലൈസ് ചെയ്യും, ചിലത് ടോട്ടലി ഇല്ലീഗലാണെന്ന് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്യും. പക്ഷേ രാജ്യത്ത് ഇതുവരെ നമ്മളത് ലീഗലൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ക്രിപ്റ്റോ കറൻസീസ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഡേ ബൈ ഡേ വർദ്ധിച്ചു വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം നാളെയുടെ നാണയം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അത് ക്രിപ്റ്റോ കറൻസി ആയിരിക്കുമോ? കാരണം പരമ്പരാഗത നിക്ഷേപ മാർഗങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് ഒന്നും പുതിയ ജനറേഷന്, അതായത് ജനറേഷൻ സി, ജനറേഷൻ ആൽഫ ഒന്നും താല്പര്യമില്ലാത്തത് ആയതുകൊണ്ട് ക്രിപ്റ്റോ കറൻസി ആയിരിക്കുമോ നാളെയുടെ നാണയം എന്നാണ് പൊതുവെ ഉള്ള ഒരു ചോദ്യവും അല്ലെങ്കിൽ ആകാംക്ഷ എന്നുള്ളത്. നമുക്കറിയാം, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഡിജിറ്റൽ കറൻസിയാണ്. ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിന് ബിറ്റ് കോയിൻ ആണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കറൻസി ബിറ്റ് കോയിൻ ആണ്. അത് 2009 ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതാണ്. 2023 ആകുമ്പോഴത്തേക്കും, ഏകദേശം ജൂൺ മാസം 2023 ഏകദേശം ലോകത്ത് 25,000-ൽ പരം ക്രിപ്റ്റോ കറൻസീസ് മാർക്കറ്റ് പ്ലേസിൽ ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ട് നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതാണ്ട് 40 ക്രിപ്റ്റോ കറൻസിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1 ബില്യന് മേൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2025 ഏപ്രിൽ ആയപ്പോഴത്തേക്ക് $2.76 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈ ക്രിപ്റ്റോ കറൻസിക്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിൽ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ലോകത്താദ്യമായിട്ട് ഇത് ലീഗലൈസ് ചെയ്തത് 2021 ജൂണിൽ എൽ സാൽവദോർ എന്ന് പറയുന്ന കമ്പനിയാണ്. അത് ലീഗൽ ടെൻഡറായിട്ട് അക്സെപ്റ്റ് ചെയ്ത ബിറ്റ് കോയിന് അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 62 വോട്ട് ഫേവറബിളായിട്ട്, 22 വോട്ട് അതെതിരായിട്ടും ചെയ്തിട്ട് അവരുടെ അസംബ്ലി അത് പാസ് ചെയ്തു. ക്രിപ്റ്റോ കറൻസിയെ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയെ അവർ ലീഗലൈസ് ചെയ്തു. അതുപോലെ തന്നെ ക്യൂബ 2021 ഓഗസ്റ്റിൽ അവരുടെ പാർലമെൻറ്റും അതിനെ റെക്കഗ്നൈസ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചൈന 2021 സെപ്റ്റംബറിൽ ടോട്ടലി അത് ഇല്ലീഗലാണെന്ന്, ഈ ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻ ഇല്ലീഗലാണെന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ചൈന അതിനെ ക്രാക്ക് ഡൗൺ ചെയ്തു. ബാക്കിയുള്ള രാജ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഈ ബിറ്റ് കോയിൻ കഴിഞ്ഞ് പിന്നെ എത്തോറിയമാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇതിൻ്റെ ഉപയോഗം കൂടി വരുന്നുണ്ട്. കേരളത്തിലെ യുവതലമുറകളും ഇക്കാര്യത്തിലെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഉപയോഗത്തിൽ വളരെ മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യത്ത് 12 കോടിയോളം ക്രിപ്റ്റോ കറൻസി യൂസേഴ്സ് ഉണ്ട് എങ്കിൽ കേരളത്തിൽ 50 ലക്ഷം മുതൽ ഏകദേശം 70 ലക്ഷം, അനൗദ്യോഗികമായിട്ടുള്ള കണക്കാണ്, ഒഫീഷ്യലായിട്ടുള്ള കണക്കല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്തിൽ കൃത്യമായിട്ടുള്ളത് നമുക്ക് 50 മുതൽ 70 ലക്ഷം വരെ ഉപയോക്താക്കൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുടെ യൂസേഴ്സ് ഉണ്ട് എന്നാണ് കണക്ക് ഈ വിപണിയുമായി ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ അതുപോലുള്ള സോഴ്സിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലും ഇതിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയിൽ ഏകദേശം 12 കോടിയിൽ പരം യൂസേഴ്സ് ക്രിപ്റ്റോ കറൻസി ഡെയിലി അതിനകത്തിൽ മാർക്കറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യുന്നതിൽ 20% ഇന്ത്യയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ത്യയിൽ എത്രത്തോളം ഇത് സ്വീകാര്യമായിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ജനറേഷൻ്റെ ഇടയിൽ എന്നാണ് പറയുന്നത്. രാജ്യത്തെ ക്രിപ്റ്റോ കറൻസി നിക്ഷേപകരുടെ എണ്ണവും അതിശയിപ്പിക്കുന്നത് തന്നെ. 11.9 കോടി നിക്ഷേപകർ ബിറ്റ് കോയിനിലും വിവിധ ഓൾട്ട് കോയിൻ എന്ന് പറയാം, ഓൾട്ട് കോയിൻ അതിലുമായിട്ട് പണം മുടക്കിയിട്ടുണ്ടെന്നാണ് കണക്ക്. ലോകത്തെ മൊത്തം ക്രിപ്റ്റോ കറൻസി നിക്ഷേപകരുടെ 20% ഇന്ത്യയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എത്രത്തോളം ഇതിനൊരു സ്വീകാര്യതയുണ്ട് അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു കണക്കാണ് ഇത് സൂചിപ്പിക്കുന്നത്.
ഈ ഉന്നത ആസ്തിയുള്ളവർ അല്ലെങ്കിൽ HNI, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, വലിയ തോതിലേക്ക് ഈ പറഞ്ഞ ക്രിപ്റ്റോ കറൻസി നിക്ഷേപത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. ഫാമിലി ഓഫീസുകൾ, ഫാമിലി ബിസിനസ്സുകളിൽ നിന്നുള്ള ക്രിപ്റ്റോ നിക്ഷേപവും വലിയ അളവിലാണ്. പൊതുവെ പരമ്പരാഗത നിക്ഷേപ മാർഗം, കാരണം കാലം മാറുന്നതനുസരിച്ച് തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാകും. ഇത് ടെക്നോളജി ബേസ്ഡ് ആണ്. ടെക്നോളജി ബേസ്ഡ് ആകുമ്പോൾ നമുക്കറിയാം ഡിജിറ്റൽ ബേസ്ഡ് ആണ്, ടെക്നോളജി ബേസ്ഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് കൂടുതൽ ഇതിനകത്തിൽ നമുക്കറിയാം ടെക്നോളജി ഡിജിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ക്രയവിക്രയങ്ങൾ നമുക്ക് നടത്താമെന്നാണ് തീർച്ചയായിട്ടും പറഞ്ഞാൽ. അപ്പോൾ യുവതലമുറയ്ക്ക് പരമ്പരാഗത രീതികളോട് ഇൻവെസ്റ്റ്മെൻറ്റും മെത്തേഡ്സിനോടൊന്നും വലിയ താല്പര്യമില്ല. കാരണം അത് തീർച്ചയായിട്ടും നമുക്കറിയാം ജനറേഷൻ ഓരോന്ന് കഴിയും തോറും അവർക്ക് പഴയ സംവിധാനങ്ങളോടോ അല്ലെങ്കിൽ പഴയ രീതിയോടൊന്നും ചിലപ്പോൾ ഈ അത്രയ്ക്ക് ആഭിമുഖ്യം ഉണ്ടാകുവാനുള്ള അല്ലെങ്കിൽ പുലർത്താനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് പുതിയ തലമുറകൾ വരുംതോറും അവർക്ക് പുതിയ ലോകത്തെ ആണ് അവർ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു പുതിയ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് പുതുതലമുറകൾക്കിടയിൽ ഇത് കൂടുതൽ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ഇതിനെ ഒരു മാർക്കറ്റ് സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു യങ് ജനറേഷൻ്റെ ഇടയിലാണ് ഇത് കൂടുതലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതവർ സമ്പന്നര് അതിസമ്പന്നരോ ഒന്നുമല്ല, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും ഇതിനകത്തിൽ ഏർപ്പെടുന്നുണ്ട്, ഇതിൻ്റെ നിക്ഷേപത്തിലും അല്ലെങ്കിൽ ഇതിൻ്റെ ക്രയവിക്രയത്തിലും ഒക്കെ. ബിറ്റ് കോയിൻ, എതേറിയം, ബിറ്റ് കോയിൻ ആണ് ഏറ്റവും നമ്പർ 1 ക്രിപ്റ്റോ കറൻസി, എതേറിയം രണ്ടാമത് വരുന്നതാണ്. അപ്പം കൂടുതൽ ആൾക്കാരും ബഹുഭൂരിപക്ഷം ഇൻവെസ്റ്റേഴ്സും പിന്നെ ബിറ്റ് കോയിൻ, എതേറിയം എന്നിവയാണ് പരിഗണിക്കുന്നത്. പക്ഷെ മറ്റുള്ളവയ്ക്കും മറ്റുള്ള ഈ പറഞ്ഞ ക്രിപ്റ്റോ കറൻസിക്കും പ്രിയമുണ്ട്, അല്ലെങ്കിൽ അതും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സ്വീകാര്യത പല ആൾക്കാരുടെ ഇടയിലും ഉണ്ട്, അല്ലെങ്കിൽ നിക്ഷേപത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2024 കണക്കാണ് ഈ പറയുന്നത്. ഈ ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കുന്ന ആൾക്കാരുടെ നിക്ഷേപകരുടെ എണ്ണം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. കാരണം ഇന്ത്യയിൽ നമുക്കറിയാം എല്ലാത്തിനും മാർക്കറ്റ് കമ്പോളം എന്നൊരു നിലയിൽ ഇന്ത്യയിൽ എല്ലാത്തിനും നല്ല കമ്പോള സാധ്യത തന്നെയാണ് ഉള്ളത്. അത് ക്രിപ്റ്റോ കറൻസി ആയാലും മറ്റേത് കാര്യത്തിനായാലും ശരി. രാജ്യത്തെ ക്രിപ്റ്റോ നിക്ഷേപകരിൽ 90% റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്. പ്രതിദിന ഇടപാടുകളുടെ മൂല്യത്തിൽ 30-35% മാത്രമാണ് അവരുടേത്, ബാക്കി വൻകിടക്കാരുടേതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പക്ഷേ എന്നാലും നമുക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ ലോകത്തിൻ്റെ 20%-ഓളം ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോ യൂസേഴ്സ് ഇന്ത്യയിലാണ്. അത് 90%-ഓളം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്. ബാക്കിയുള്ളവരൊക്കെ തന്നെ മൂല്യത്തിൻ്റെ 30-35% മാത്രമാണ് ഈ പറഞ്ഞ 90%-ഓളം ചില്ലറക്കാരുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ 100 രൂപ ഉണ്ടെങ്കിൽ ഈ 90% ആൾക്കാരും 30-35% അല്ലെങ്കിൽ 30-35 രൂപ ആണ് അവരുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതല്ലോ. ബാക്കിയെല്ലാം വൻകിട ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള സമ്പന്നരുടെ ഭാഗത്തു നിന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഏകദേശം 65% അല്ലെങ്കിൽ 65% മുതൽ 70% വരെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ നെറ്റ്വർത്ത് ആ ഒരു സെഗ്മെൻറ്റിൽ നിന്നും. ബാക്കി അത് ഒരു 10%-ഓളം ആൾക്കാരേ ഉള്ളൂ. ബാക്കി 90% വരുന്ന ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 30-30% വരത്തേ ഉള്ളൂ. ഇതുവരെ നമ്മൾ ഇന്ത്യ ലീഗലൈസ് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ഈ പറഞ്ഞ പല പ്ലാറ്റ്ഫോമുകളുണ്ട്. ജിയോട്ടസ്, CoinDCX, മുഡ്രക്സ്, കോയിൻസിച്ച് തുടങ്ങിയവയാണ്. കാരണം നമ്മൾ ഡീൽ ചെയ്യാത്ത നമുക്കിതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇന്ത്യയിൽ വളരെ പോപ്പുലറായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ക്രിപ്റ്റോ കറൻസി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡീൽ ചെയ്യാനോ ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിന് പ്രചാരം കൂടി വരുന്ന ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും അതിനെ ലീഗലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ വിനിമയ ഉപാധിയാക്കുക എന്നല്ല, അതിനൊരു കൃത്യമായിട്ടുള്ള നിയമ സംവിധാനം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ട്. അതുപോലെ തന്നെ വിനിമയത്തിനുള്ള ഉപാധിയായിട്ട്, കാരണം മറ്റ് നമ്മുടെ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള കറൻസി അല്ലെങ്കിൽ കോയിൻസ് വിനിമയ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണല്ലോ. അപ്പോൾ അതുപോലെ ഇത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് പിന്നെ ഗവൺമെൻറ് അംഗീകരിക്കുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തി കൂടിയിരിക്കുകയാണ്. ആദായ നികുതി, നമ്മുടെ ഇൻകം ടാക്സിൻ്റെ നിയമത്തിൻ്റെ പരിധിയിലൊക്കെ ഇതൊക്കെ വരുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി വെർച്വൽ അസറ്റ്
VDA, വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്നാണ് അതിനെ ഇൻകം ടാക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ കൈവശം വയ്ക്കുന്നതിനോ ഒന്നും ഇവിടെ നിയമ തടസ്സമൊന്നുമില്ല. ചൈനയെ പോലെ ഇല്ലീഗലായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കിത് ക്രയവിക്രയത്തിനുള്ളൊരു പണമായി, ഒരു മീഡിയമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ക്രയവിക്രയത്തിന് ഇപ്പം നമ്മളൊരു സാധനമോ സേവനമോ വാങ്ങിക്കുമ്പോഴോ വിൽക്കുമ്പോഴോ നമുക്ക് ക്രിപ്റ്റോ കറൻസി ഇതിൻ്റെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പാടത്തില്ല എന്ന് ഗവൺമെൻറ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവയുടെ കൈമാറ്റം, ട്രേഡിങ്ങിൽ കൂടെ കിട്ടുന്ന ലാഭത്തിന് 30% ആദായ നികുതിയുണ്ട്, 4% സെസ്സും ഉണ്ട്. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കൂടിയ ടാക്സ് ഇതിനകത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ളത്. അത് നമുക്കറിയാം, എവിടെ ടാക്സ് കൂടുതലുണ്ടോ ആ ടാക്സ് കൂടുതൽ എന്ന് പറയുന്നത് ആ സെഗ്മെൻറ്റിനെ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ആക്ടിവിറ്റിയെ പിന്നെ ഡീപ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യാനോ ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ 30% ഇൻകം ടാക്സ് ഇതിൻ്റെ ക്രയവിക്രയത്തിൽ നേടുന്ന നേട്ടത്തിനും ലാഭത്തിനും മുകളിലുണ്ട്. സെസ്സും ഉണ്ട് 4%. അതുപോലെ മറ്റ് അസറ്റുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ഇതിനകത്തിൽ ഇടപാടിനകത്തിൽ എന്തെങ്കിലും നഷ്ടം മറ്റ് ആസ്തികളുടെ ലാഭത്തിൽ നമുക്ക് കുറയ്ക്കുകയും അങ്ങനെ നികുതി ഇളവുകൾ ലഭിക്കാൻ സാധ്യതയൊന്നും ഇതിനകത്തില്ല. എക്സ്ചേഞ്ചുകളും മറ്റ് സേവനദാതാക്കളും KYC നിബന്ധനകൾ പാലിച്ചിരിക്കണം എന്ന് നിർബന്ധമാണ്. കുറേയൊക്കെ നിയമങ്ങളുണ്ട്, പക്ഷേ ഇതിനെ ഒരു വിനിമയ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മുടെ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള കോയിൻസ് കറൻസിയുടെ കൂട്ട് ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് വിനിമയ ഉപാധിയായിട്ട് ഇതുവരെ ലീഗലൈസ് ചെയ്തിട്ടില്ല എന്നാണ് ഉള്ള ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഫ്രോഡ് നടക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഡിജിറ്റൽ ഇടപാടുകളിനകത്തിലാണല്ലോ ഫ്രോഡുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ പോപ്പുലാരിറ്റി കൂടുന്നു എന്നുള്ള ഒരു സൈഡ്, പക്ഷേ അതിൻ്റെ ഫ്ലിപ്പ് സൈഡ് എന്ന് പറഞ്ഞാൽ ഫ്രോഡും കൂടുന്നു, അതായത് തട്ടിപ്പും വെട്ടിയിലും ഇതിനകത്തിൽ വ്യാപകമാകുന്നുണ്ട് എന്നുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതിനകത്തിൽ ഈ ഇടപെടുന്ന ആൾക്കാർ ആദ്യം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തിൽ കബളിപ്പീര് പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ എമൗണ്ട് ഇട്ട് കളിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ എമൗണ്ട് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈ അടുത്തിടെ വന്ന ചില ഇഷ്യൂസിൻ്റെയൊക്കെയാണ് പറയുന്നത്. മോറിസ് കോയിൻ എന്ന ഒരു ഇമാജിനറി ക്രിപ്റ്റോ കറൻസി, അപ്പം മലപ്പുറം സ്വദേശി നിഷാദ് എന്ന് പറഞ്ഞ വ്യക്തി ഏകദേശം 1200 കോടി രൂപയുടെ തട്ടിപ്പ് 2022 നടത്തിയതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ക്രിപ്റ്റോയിൽ നിന്ന് വൻ ലാഭം വാഗ്ദാനം ചെയ്ത് റിച്ച് ഫെറിമാൻ, ഡീലഫെക്സ് എന്നീ ഷെൽ കമ്പനികൾ നമ്മുടെ കേരളത്തിൽ തന്നെ കോട്ടയത്തും പത്തനംതിട്ടയിലും ജില്ലകളിൽ നിന്നൊക്കെയുള്ള നിക്ഷേപത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ട് മുങ്ങിയിട്ടുള്ള ആൾക്കാരോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഫ്രോഡ് ഇതിനകത്തിൽ വൻതോതിൽ നടക്കുന്നുണ്ട്. 31 ലക്ഷം രൂപയുടെ വേറെ തട്ടിപ്പ് ഓഗസ്റ്റിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനകത്തിലെ ഒരു ഫ്ലിപ്പ് സൈഡാണ്. ഏതൊരു മേഖലയിലേക്കാളും കൂടുതൽ ഫ്രോഡും തട്ടിയിലും ഇതിനകത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബിക്കോസ് ഇതൊരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആയതുകൊണ്ടും ഡിജിറ്റൽ വേൾഡ് ആയതുകൊണ്ടും. കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത US പിടികിട്ട പുള്ളിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാണ്. ലിത്വാനിക്കാരനായിട്ടുള്ള അലക്സേജ് ബോസിയോക്കോവ് എന്ന് പറയുന്ന വ്യക്തി ഏകദേശം വിവിധ രാജ്യങ്ങളിലായിട്ട് 8 ലക്ഷം കോടി രൂപയുടെയെങ്കിലും തട്ടിപ്പ് ഇങ്ങനെ നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്, US പോലീസിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ പല തരത്തിലുള്ള ക്രിപ്റ്റോ തട്ടിപ്പ്, ഈ പറഞ്ഞ ഫ്രോഡ് ഒക്കെ തന്നെ വളരെ നമുക്ക് അധികം ഡെയിലി നമുക്ക് കേൾക്കുവാൻ സാധിക്കും. പക്ഷേ ജനങ്ങൾക്കാവുന്നൊരു വിഷയമല്ല. ജനങ്ങൾ ഈ പറഞ്ഞ തട്ടിലും വെട്ടിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇതിനകത്തിൽ കൂടുതലായിട്ട് വ്യാപരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ കാണുന്ന കാഴ്ച തന്നത്. ഡൊണാൾഡ് ട്രംപും പുടിനും ഒക്കെ ഇതിൻ്റെ വക്താക്കളാണ്. ബിറ്റ്കോയിൻ മാത്രമല്ല, ഡോജി കോയിൻ, ഒത്തിരി ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട് ലോകത്തെമ്പാടും. പല രാജ്യങ്ങളിലും പല രീതിയിൽ പല പേരുകളാണ് അറിയപ്പെടുന്നതെന്നല്ല. ഡോജി കോയിൻ, എതേറിയം ബിറ്റ്കോയിൻ കഴിഞ്ഞുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയാണ്. സൊലാന, ഷിബ ഇനു, സൂയി, ഓരോ രാജ്യത്ത് ഓരോ പേരിലാണ്, പല പേരിലും പല പ്രോഡക്ട്സ്, പലതരത്തിലുള്ള ക്രിപ്റ്റോ കോയിൻസ് അല്ലെങ്കിൽ കറൻസീസ് ആണ്. ചെയിൻ ലിങ്ക്, യുനിസ്വാപ്പ്, കർഡാനോ, അവലാഞ്ച്, പോൾക്കഡോട്ട് തുടങ്ങിയവയെല്ലാം പല അളവിലും
ആണെങ്കിൽ തന്നെയും വിശ്വാസ്യത വന്നിരിക്കുന്നതാണ് നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ട്രംപിൻ്റെ ടാരിഫ് വാർ ക്രിപ്റ്റോ കറൻസി സെഗ്മെൻറ്റിനെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട്, അതിനെ ദുർബലമാക്കിയിട്ടുണ്ട്. ഏകദേശം $1,11,000 വരെ വില രേഖപ്പെടുത്തിയ ബിറ്റ്കോയിൻ്റെ ഉൾപ്പെടെ എല്ലാ ക്രിപ്റ്റോകളുടെയും വില ഇടിയുന്നുണ്ട്. ഇപ്പം ബിറ്റ്കോയിൻ്റെ വില $84,464 താഴ്ന്നിരിക്കുന്നു. അപ്പോൾ ഈ ട്രംപിൻ്റെ ഈ വ്യാപാര ചുങ്കം അത് ബിറ്റ്കോയിനെയും അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി മേഖലയൊക്കെ വളരെയധികം ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ബിറ്റ്കോയിൻ്റെ വിലയായിട്ടുള്ള ഏകദേശം $1,11,000 ഇപ്പോൾ $84,464 താണിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്ന പോലെ തന്നെ ഇതിൻ്റെയും മൂല്യമൊക്കെ കുറ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഇതിനെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ കേന്ദ്ര ബാങ്ക്, നമ്മുടെ സെൻട്രൽ ബാങ്കായിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അവരുടെ ബാങ്ക് നയങ്ങളും നിലപാടും ഇതിനകത്തിൽ പ്രധാനപ്പെട്ടാണ്. റിസർവ് ബാങ്ക് ഇതിനെ ഒരു ഫ്രോഡ് സംവിധാനമാണെന്നുള്ള അഭിപ്രായത്തിലാണ് അതിൻ്റെ ഒഫീഷ്യൽസൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് ഇതിനെ നിരീക്ഷിച്ച് അതിന് ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട സമയത്ത് ഗവൺമെൻറ് എടുക്കുക എന്നുള്ള മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ചൈന ടോട്ടലി ഇതിനെ ബാൻ ചെയ്തു 2021 സെപ്റ്റംബറിൽ. അങ്ങനെ മറ്റു പല രാജ്യങ്ങളും പക്ഷേ ബാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. എൽ സാൽവദോറാണ് ആദ്യത്തെ രാജ്യം ഇത് ലീഗലൈസ് ചെയ്തത്, പിന്നെ ക്യൂബ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വിലയിലെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം മറ്റ് പല ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിനേക്കാളിലും കൂടുതൽ വില ഇതിനകത്തിൽ ഒരു ചാഞ്ചാട്ടം, ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത്, ഒരു വൊളാറ്റിലിറ്റി ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ വില ഇടിയുകയാണെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും നിക്ഷേപകർക്ക് ഇതിനകത്തുള്ള ഒരു താല്പര്യം കുറയാനും സാധ്യതയുണ്ട്. സൈബർ ക്രൈമാണ് മറ്റൊന്ന്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ കൂടപ്പിറപ്പാണ്. ഈ ക്രിപ്റ്റോ കറൻസിയുടെ പോപ്പുലാരിറ്റി കൂടുന്തോറും അതിൻ്റെ അതിനകത്തിലെ സൈബർ ക്രൈമിനുള്ള പൊട്ടൻഷ്യലും കൂടുന്നുണ്ട്. അപ്പോൾ പണം നഷ്ടപ്പെടുന്നുള്ള ആശങ്ക പലർക്കും ഉണ്ട്. എന്നാലും ഒത്തിരി ആൾക്കാർ പണം ഇതിനകത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്ത് പൊതുവെയുള്ള ഇതിൻ്റെ ഒരു സെനാറിയോ സീൻ എന്ന് പറഞ്ഞാൽ, രാജ്യത്ത് ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. കേരളത്തിലും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള കണക്കില്ലെങ്കിലും അനൗദ്യോഗികമായിട്ടുള്ള ഈ മേഖലയുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം വെച്ചാൽ 50 ലക്ഷം മുതൽ 70 ലക്ഷം വരെ ആൾക്കാർ കേരളത്തിൽ ഈ ക്രിപ്റ്റോ കറൻസിയിൽ ഡീല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പോപ്പുലാരിറ്റി വർദ്ധിച്ചു വരുന്നത് കൊണ്ട് ഗവൺമെൻറ് ഏത് തരത്തിലുള്ള നിലപാടെടുക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ആശങ്ക ഇപ്പം നിലനിൽക്കുന്നുണ്ട്. ഇതിനെ ഒരു വിനിമയ മാധ്യമമായിട്ട് അല്ലെങ്കിൽ വിനിമയം ചെയ്യാനുള്ളൊരു എന്താ പറയുന്നത് ഒരു കോയിൻ അല്ലെങ്കിൽ കറൻസി നമ്മൾ പറയുന്ന രീതിയിലേക്ക് ഇതിനെ ഗവൺമെൻറ് ലീഗലൈസ് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളതാണ് പൊതുവെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. കാരണം പോപ്പുലാരിറ്റി കൂടുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഇതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കത്തില്ല. ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷൻ ഇതിൻ്റെ മുകളിൽ എടുത്തേ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ ഇതിനെ ടോട്ടലി ബാൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ ലീഗലൈസ് ചെയ്യുക, അല്ലെങ്കിൽ പാർഷ്യലി ലീഗലൈസ് ചെയ്യുക. എന്തായിരുന്നാലും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഒരു നിലപാട്, ഒരു നയരൂപീകരണം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. കാരണം ഇതിനകത്തിൽ ഒത്തിരി ഫ്രോഡുകൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട്, ഒത്തിരി ഫ്രോഡുകൾ, അതായത് വൻതോതിലുള്ള ഫ്രോഡുകൾ, വൻ തട്ടിപ്പുകൾ ഇതിനകത്തിൽ നടക്കുന്നു. അത് സൈബർ ക്രൈമാണ്. ആ സൈബർ ക്രൈം ഇതിനകത്തിൽ നിരന്തരം നടക്കുന്നു എന്നുള്ള ഒരു കാരണവും കൂടെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് കൃത്യമായിട്ടുള്ളൊരു ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യകത നമ്മുടെ രാജ്യത്തിൻ്റെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയുടെയും കൂടെ ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം മണി ആയതുകൊണ്ട്, ഫൈനാൻസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും വ്യാപകമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും രാജ്യത്തിൻ്റെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയുടെ കൂടെ ഒരു ഭാഗമാണ്. കാരണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാമെന്നാണ് തീർച്ചയായിട്ടും നല്ലത്. അത് ഉപയോഗിക്കുന്നുമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഗവൺമെൻറ്റിനകത്ത് സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം ആവശ്യമാണ്, കൃത്യമായിട്ടുള്ളൊരു നിയമനിർമ്മാണം ആവശ്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിപ്റ്റോ കറൻസിക്ക് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു നിലവാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അവസ്ഥയുടെ ചില നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും
പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു സമാന ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.